നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ആദിവാസി സമൂഹത്തിന്റെ പുരാതന ആചാരമായ പായസപൂജ കാടിന്റെ നടുവിൽ ഭക്തിസാന്ദ്രമായി നടന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ കിണാച്ചേരി വനത്തിലെ പായസപ്പാറയിലാണ് പായസപൂജ നടന്നത്. കാടും വിശ്വാസവും ഒരുമിക്കുന്ന അപൂർവ കാഴ്ചയാണ് കിണാച്ചേരി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കടത്താട്ടമ്മയുടെ പ്രീതിക്കായി ആദിവാസി സമൂഹം തലമുറകളായി തുടർന്ന ഈ ആചാരത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കിണാച്ചേരി വനത്തിനുള്ളിലെ വിശാലമായ പാറയിലാണ് പായസപൂജയ്ക്കുള്ള ചടങ്ങുകൾ നടന്നത്. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ഈ പാറയിലേക്കാണ് വിശ്വാസികൾ ആദ്യം എത്തുന്നത്. ഈ പാറയ്ക്ക് മുകളിൽ 2 ദ്വാരങ്ങളുണ്ട്. നിറയെ വെള്ളമുള്ള ഈ ദ്വാരങ്ങൾ ശിവഭഗവാന്റെ നസ്വാരങ്ങൾ ആണെന്നാണ് സങ്കല്പം. ഈ ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി തെളിവിളക്ക് തെളിക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കാടിന്റെ നടുവിലെ പാറപ്പുറത്തൊരുക്കിയ അടുപ്പിൽ അരിപ്പായസമാണ് ദേവിക്ക് നിവേദ്യമായി തയ്യാറാക്കുന്നത്. ഒപ്പം തിന്നിക്കിഴങ്ങും ചുട്ടെടുക്കും. വിവിധ ഊരുകളിൽ നിന്നുള്ള കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് പൂജയിൽ പങ്കാളികളാവുന്നത് ഈ ചടങ്ങിന്റെ പ്രത്യേകതയാണ്. 12 ദിവസം വ്രതമെടുത്ത കിണാച്ചേരി കടത്താട്ടമ്മയ്ക്ക് പായസവും തിന്നിക്കിഴങ്ങും ചുട്ടു നിവേദിക്കുന്നതാണ് പായസപൂജയുടെ പ്രധാന ചടങ്ങ്. തൊട്ടടുത്ത ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുന്ന ചടങ്ങുമുണ്ട്. പായസപ്പാറയിൽ എത്തിച്ചേർന്നാൽ പായസം ഉണ്ടാക്കുന്നതിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പ പുഴുങ്ങിയതും അച്ചാറും എല്ലാവരും ചേർന്ന് കഴിക്കും. പിന്നീട് പായസത്തിൽ ചേർക്കാനുള്ള തേങ്ങയും ശർക്കരയും ഒരിടത്ത് ഒരുക്കുമ്പോൾ മറ്റൊരു സംഘം അടുപ്പുകൂട്ടി അരിവേവിക്കുന്ന തിരക്കിലായിരിക്കും. മറ്റൊരു സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊട്ടി, ഉറുമീശി, കുഴൽ തുടങ്ങിയ പരമ്പരാഗത വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് താളമേളങ്ങൾ ഒരുക്കും. നൃത്തവും പാട്ടും ചെണ്ടമേളവും എല്ലാം കൂടിയാക്കുമ്പോൾ കാടാകം ഒരു ഉത്സവ പ്രതീതിയായി മാറും. പണ്ടുകാലം മുതലുള്ള ഒരു ആചാരമാണിതെന്നും ദൈവപ്രീതിക്കായി പായസപൂജ എല്ലാ വർഷവും നടത്തുന്നുവെന്നും കർമ്മികളിൽ ഒരാളായ കൃഷ്ണൻകുട്ടിയും പൊതുപ്രവർത്തകനായ മുരളി കുട്ടമ്പുഴയും പറഞ്ഞു. ഞങ്ങള് കാലമായിട്ട് ഈ പായസം വെച്ച് നിവേദ്യം കൊടുക്കും. ദേവിക്ക് അതെല്ലാ വർഷവും ഞങ്ങളുടെ പൂർണ്ണമായ കാലം പോലെ എൻ്റെയൊക്കെ മുത്തച്ഛൻ്റെ കാലം പോലെ നടത്തി വരാറുള്ള ഇതാണത്. വർഷങ്ങൾക്ക് മുമ്പ് കിണാച്ചേരി ഉള്ളനന്നി ഭാഗത്ത് വളരെയധികം ആളുകൾ താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് തുടങ്ങി വെച്ചതും അതുപോലെ തന്നെ ആദിമകാലത്ത് ആദിവാസികൾ പൂജകൾക്കും മറ്റുമായിട്ട് ഈ ഭാഗം ഉപയോഗിച്ചിരുന്നു. ഇവിടെ പാറപ്പുറത്ത് ശിവന്റെ നാസാരന്ധ്രങ്ങൾ, മൂക്കുകൾ എന്ന പോലെ 2 ദ്വാരങ്ങളുണ്ട്. അതിൽ നിറയെ വെള്ളവും എല്ലാ വർഷവുമുണ്ട്. ആ വെള്ളം പറ്റാത്ത ആ വെള്ളത്തിൽ നിന്ന് എടുത്താണ് ഇവിടെ ആദിമ ചടങ്ങുകൾ ഇവർ ആരംഭിക്കുന്നത്. അടുത്തുള്ള കിണാച്ചേരി ക്ഷേത്രത്തിൽ പോയി അതിൻ്റെ ചടങ്ങുകൾ ആദ്യം ആരംഭിക്കുകയും പിന്നീടാണ് പാറപ്പുറത്ത് കിടത്താട്ടമ്മയുടെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി കിടത്താട്ടമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തണ്ണിക്കിഴങ്ങ് എന്ന് പറയുന്ന കാട്ടിൽ നിന്ന് മാത്രം കിട്ടാവുന്ന, യഥേഷ്ടം കിട്ടുന്നതല്ല, വളരെ റെയറായിട്ട് കിട്ടുന്ന ആ ഒരു കിഴങ്ങ് വേവിച്ചു കൊടുത്താണ് ഈ ഉത്സവത്തിൻ്റെ ആഘോഷം തുടങ്ങുന്നത് തന്നെ. ഒട്ടേറെ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ കുടികളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന ഈ മനോഹരമായ ഉത്സവത്തിന് എല്ലാ വർഷവും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ നികത്തി പാപങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ആദിവാസികൾ ഈ ഉത്സവം ഈ പായസപ്പാറയിൽ എല്ലാ വർഷവും കൊണ്ടാടുന്നത്. രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഈ പായസ പൂജയിലൂടെ കൈവരുമെന്നാണ് ഇവരുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.